ഉയർപ്പുകാലം 3-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം 1. ജീവിതയാത്ര മഹത്വവും എളുപ്പവുമുള്ളതുമാക്കുവാൻ. ഇന്ന് ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണല്ലോ അമേരിക്ക എന്ന് നാം വിളിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് അന്യത്ര അത് അറിയപ്പെടുക, USA. എന്റെ പഠനത്തിന്റെ ആവശ്യങ്ങൾക്കായി ഞാൻ കുറച്ചു നാള് ആ നാട്ടിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ എന്റെ ഉപയോഗത്തിനായി ഒരു കാറ് എനിക്കുണ്ടായിരുന്നു. ഫോർഡ് കമ്പനിയുടെ ഒരു പഴയ കാറ്. ആ കാർ ഉപയോഗിച്ചാണ് ഞാൻ എന്റെ യാത്രാ സൗകര്യങ്ങള് ക്രമീകരിച്ചിരുന്നത്. പരിചയമുള്ള സ്ഥലമല്ല, റോഡുകളും പരിചിതമല്ല എന്ന് വരികിൽ തന്നെ നമ്മുടെ നാട്ടില് യാത്ര ചെയ്യുന്നേക്കാൾ എളുപ്പമാണ് ആ നാട്ടിലെ യാത്ര. അതായിരുന്നു എന്റെ അനുഭവം. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, റോഡിൽ നിറയെ യാത്രയ്ക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളടങ്ങുന്ന ബോർഡുകൾ, സൈൻ ബോർഡുകൾ ശാസ്ത്രീയമായ രീതിയിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ നാടുകളിലെ റോഡുകളിൽ മുഴുവൻ. അത് യാത്രയ്ക്ക് വളരെ സഹായമാണ്. രണ്ടാമത്തെ, ഓരോ വഴിയിലേക്കുമുള്ള റോഡ് മാപ്പ് വളരെ വ്യക്തമായും തെളിവായ രീതിയിലും സജ്ജീകരിച്ചിരിക്കുന്ന മാപ്പ് സുലഭമാണ്. ഈ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് റോഡിലെ സജ്ജീകരണങ്ങളും ഉപയോഗിക്കാനുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് യാത്ര ചെയ്യാം അമേരിക്കയില്. എന്നാൽ കാലങ്ങൾ മാറി, സാഹചര്യങ്ങൾക്കും വ്യത്യാസം വന്നു. ഈയിടെ ഞാൻ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാനിട വന്നു. ആ വ്യക്തി അമേരിക്കയിൽ ഇപ്പോൾ ജീവിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് ഞാൻ കേൾക്കാനിട വന്നു, ഇപ്പോ യാത്ര വളരെയേറെ എളുപ്പം. കാരണം ഇപ്പൊ നിരത്തിലിറങ്ങുന്ന കാറുകള് ഒക്കെ ഒരു യന്ത്രം ഘടിപ്പിച്ചിട്ടാണ് ആ കാറ് നിരത്തിലിറങ്ങണത്. സ്റ്റിയറിംഗിന്റെ അടുത്ത് തന്നെ മുൻവശത്ത് ഡാഷ്ബോർഡില് ഒരു യന്ത്രം ഘടിപ്പിച്ചിരിക്കും. പുതുതായിട്ട് ഇറങ്ങുന്ന അമേരിക്കൻ നിരത്തുകളിൽ ഇറങ്ങുന്ന കാറുകളിലൊക്കെ ആ യന്ത്രത്തിന് നാവിഗേറ്റർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ യാത്രാ സഹായി എന്ന് വിളിക്കാം അതിനെ. അതൊരു ചെറിയ കമ്പ്യൂട്ടറാണ്. യാത്ര ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മനുഷ്യൻ കാറിൽ പ്രവേശിച്ച് ഈ കമ്പ്യൂട്ടർ പ്രവർത്തന സജ്ജമാക്കണം. എവിടേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന ആ സ്ഥലത്തിന്റെ പേരും വിലാസവും യഥാവിധി കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീഡ് ചെയ്യണം. നിമിഷങ്ങൾക്കകം അവിടേക്ക് പോകാനുള്ള വഴികള് ആ മിനി സ്ക്രീനിൽ തെളിഞ്ഞു. എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, ഏകദേശം എത്ര സമയമെടുക്കും, വഴികൾ എങ്ങനെയുള്ളതാണ്, ഈ വിശദ വിവരങ്ങളൊക്കെ ആ മിനി സ്ക്രീനിൽ തെളിയും. യാത്ര മുന്നോട്ട് പോകുന്നു. യാത്ര മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അതാത് സമയത്ത് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഒരു മണി മുഴക്കിക്കൊണ്ട് ഈ കമ്പ്യൂട്ടർ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് നാം കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട വഴി മറ്റൊരു റോട്ടിൽ കൂടിയാണ് എന്ന് വിചാരിക്കേ.
ഏകദേശം 200 അടി അകലെ വെച്ചുകൊണ്ട് ഈ കമ്പ്യൂട്ടർ ഒരു മണി മുഴക്കും. എന്നിട്ട് അതിൽ വിളിച്ചു പറയും, വ്യക്തമായ സ്വരത്തിൽ വിളിച്ചു പറയും, നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴി വലത്തോട്ട് തിരിഞ്ഞ് അതിൽ കൂടെ പോകുന്ന ഇന്ന റൂട്ടിൽ കൂടിയാണ് എന്ന് തന്നെയല്ല. കമ്പ്യൂട്ടർ വീണ്ടും മണിമുഴക്കി നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. അടുത്ത് തന്നെ ഒരു ജംഗ്ഷനുണ്ട്. അത് ലൈറ്റ് സംവിധാനമുള്ള ജംഗ്ഷനിൽ നിങ്ങളുടെ വഴി എടുക്കേണ്ടത് ഇടത്തോട്ടാണ്. ഈ കമ്പ്യൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കും. നാം അതിനനുസരിച്ച് വഴി അങ്ങോട്ട് പോവുക. മുന്നിൽ റോഡ് വളഞ്ഞതാണോ ചരിഞ്ഞതാണോ എങ്കിൽ ഈ കമ്പ്യൂട്ടർ മണിമുഴക്കി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കണം, സൂക്ഷിക്കണം, റോഡ് അല്പം വളവുണ്ട്. ഇത്ര ഡിഗ്രി വളവാണെന്ന് പോലും കമ്പ്യൂട്ടറിൽ പറയുന്നു. ഇത്ര കിലോമീറ്റർ നിങ്ങൾ ദൂരം പിന്നിട്ടു, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇത്ര കിലോമീറ്ററും കൂടി ഉണ്ട്, അതിന് ഏകദേശം ഇത്ര സമയമെടുക്കും. ഇതൊക്കെ കമ്പ്യൂട്ടറിൽ തെളിയ തന്നെയല്ല, അത് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയിരിക്കെ പെട്രോൾ തീരാൻ പോകുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് സാഹചര്യങ്ങള് നേരത്തെ അറിഞ്ഞുകൂടാ. അവിടെ ആളുകള് പെട്രോളൊന്നും ഡീസലൊന്നും അല്ല സാധാരണ രീതിയിൽ പറയുന്ന ഗ്യാസ് എന്നാ പറയണത്. അതുകൊണ്ട് വണ്ടിയുടെ ഗ്യാസ് തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത് തന്നെ ഗ്യാസ് കിട്ടുമോ എന്നറിയാൻ ഈ കമ്പ്യൂട്ടറില് ഏത് വണ്ടിയിലാണോ നമ്മൾ പോകുന്നേ ആ വണ്ടിയുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടണം. 2 തട്ട് കെട്ടിയാൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു. ഉടനെ തന്നെ നമുക്ക് ശബ്ദം വരുന്നു, നിങ്ങൾ ഇന്ന ആളല്ലേ? ആ കമ്പ്യൂട്ടർ ചോദിക്കുക, നമ്മുടെ പേര് ആ കമ്പ്യൂട്ടറിൽ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഇന്ന ആളല്ലേ? നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോ ഇവിടെയാണ്. 500 അടി നേരെ പോയാൽ വലത്തുവശത്ത് ഗ്യാസ് സ്റ്റേഷൻ കാണും. കമ്പ്യൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗ്യാസ് എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോ നിങ്ങളുടെ ലക്ഷ്യം അടുത്തു കഴിഞ്ഞു. കമ്പ്യൂട്ടറിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ലക്ഷ്യസ്ഥാനം നമ്മളൊരു കോളേജ് ആകട്ടെ, ഒരു സ്ഥാപനമാകട്ടെ, നമ്മൾ എവിടേക്കാ പോകുന്നത് എന്ന് വെച്ചാൽ അവിടെ ചെന്നുമ്പോ there you are, നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതിങ്ങനെ നിരന്തരം വ്യക്തമായ സ്വരത്തില് ഈ കമ്പ്യൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ എല്ലാ വിശദാംശങ്ങളും മിനി സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത് കേട്ടിട്ട് സത്യത്തിൽ പറഞ്ഞ വിസ്മയം തോന്നി, വളരെ വിസ്മയം. യാത്ര എത്രയോ സുഖകരം. പക്ഷെ 2 കാര്യങ്ങൾ ചെയ്യണം. ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന സാറ്റലൈറ്റുമായിട്ട് ഈ കമ്പ്യൂട്ടർ ബന്ധിക്കണം. ബഹിരാകാശത്തുള്ള സാറ്റലൈറ്റുമായിട്ട് ഈ കമ്പ്യൂട്ടർ ബന്ധിക്കാൻ സാധിച്ചെങ്കിലേ ഈ ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടർ നമുക്ക് തരുള്ളൂ. അപ്പൊ അത് ബന്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം, അതിന്റെ കണക്ഷൻ ശരിയാണെന്ന് നോക്കണം. രണ്ടാമത്തെ കാര്യം, കമ്പ്യൂട്ടർ ഓൺ ചെയ്യണം. അത് പ്രവർത്തന സജ്ജം ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഈ 2 കാര്യങ്ങളും നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കാറിലിരുന്നാൽ മതി. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് സുഗമമായിട്ട് എളുപ്പം അനായാസം എത്തും. ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യ മനുഷ്യജീവിതത്തെ എളുപ്പമാക്കി തീർക്കുന്ന രീതി കണ്ട് യഥാർത്ഥത്തിൽ വിസ്മയം തോന്നുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലും GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന പേരിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു സംവിധാനമുണ്ട്. അമേരിക്കയിലുള്ള നാവിഗേറ്ററിന്റെ പ്രവർത്തന മികവ് അത് കാണിക്കുന്നില്ല എന്ന് വരികിലും ഏതാണ്ട് മാർഗമൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടും. എന്നാൽ മനുഷ്യന്റെ ജീവിതവും ജീവിതയാത്രകളും എളുപ്പമാക്കി തീർക്കുക എന്നുള്ളത് മാത്രമല്ല,
അത് മഹത്വപൂർണമാക്കുകയും ചെയ്യാൻ ഇടവരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയല്ലേ ഇന്ന് സുവിശേഷത്തിലെ യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അത്രയും വ്യക്തതയുള്ള, അത്രയും തെളിവായ രീതിയിൽ നമ്മുടെ ജീവിതയാത്ര എളുപ്പവും മഹത്വപൂർണവുമാക്കി തീർക്കാൻ വേണ്ടിയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മുടെ മുമ്പിൽ നാവിഗേറ്റർ എന്ന് നമുക്ക് വിളിക്കാവുന്ന കമ്പ്യൂട്ടർ, ഒരു സജ്ജീകരണം ഉടയതമ്പുരാൻ നമുക്കായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ആ ശാസ്ത്രമല്ലേ ഇന്നത്തെ സുവിശേഷത്തില് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? എന്താ യേശു അവതരിപ്പിക്കുന്ന ശാസ്ത്രം? യേശു ഈ മണ്ണിലെ യേശുവിന്റെ ജീവിതം അവസാനിപ്പിക്കാറായി എന്ന് മനസ്സിലാക്കിയപ്പോ ശിഷ്യന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടുന്നു. വിണ്ണിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പാണ്. ശിഷ്യന്മാരോടായിട്ട് യേശു പറയുന്നു, മക്കളെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഞാൻ നിങ്ങളെ വിട്ട് എന്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നു എന്ന് വരികിലും നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കാൻ ഞാൻ എന്റെ അരൂപിയെ നിങ്ങളുടെ പക്കലേക്ക് ഞാൻ അയക്കും. ഈ അരൂപിയുടെ നിയന്ത്രണം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ അനായാസമായിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എന്റെ പിതാവിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം. ഇത് കേട്ട ശിഷ്യന്മാരിൽ ഒരുവൻ ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാ മതി. പിതാവ് എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടേക്ക് പോയാൽ മതി. യേശു പറയുന്നു, എന്നെ കാണുന്നവനാണ് പിതാവിനെ കാണുന്നത്. ഞാനാണ് പിതാവിലേക്കുള്ള വഴി. എന്നിൽ കൂടെ നിങ്ങൾ അങ്ങോട്ട് നടന്നാൽ പിതാവിലേക്ക് വരും. ഞാൻ കാണിച്ചു തരുന്ന വഴിയിൽ കൂടെ നിങ്ങൾ ജീവിത പ്രയാണം തുടരുകയാണെങ്കിൽ അത് അനായാസം പിതാവിലേക്ക് എത്തിച്ചേരും. ഞാനാണ് വഴി. യേശു വീണ്ടും പറയുന്നു ഫിലിപ്പോസിനോട്, ഞാൻ നിങ്ങളിൽ നിന്ന് ശാരീരികമായിട്ട് എടുക്കപ്പെടുമ്പോ ഈ വഴി സുഗമമാക്കാൻ വേണ്ടി നിങ്ങളിൽ ഞാൻ എന്റെ അരൂപിയെ സന്നിവേശിപ്പിക്കും. ഈ അരൂപിയുടെ പ്രവർത്തനത്തിന് നിങ്ങൾ കാതോർത്താൽ, ഈ പ്രവർത്തനം കാണാനുള്ള കണ്ണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനായാസം പിതാവിന്റെ പക്കലേക്ക് എത്തിച്ചേരാൻ ഒരു വിഷമവുമില്ല. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യന് വേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്ന ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ആ കമ്പ്യൂട്ടർ പോലെ സാറ്റലൈറ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് അല്ലേ തമ്പുരാൻ. യേശു പ്രസന്റ് ചെയ്യുന്ന, യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ പിതാവ് ഈ സാറ്റലൈറ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഈ സാറ്റലൈറ്റായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെടണം. അതിനുള്ള നമ്മുടെ ഉള്ളിൽ വെക്കപ്പെട്ടിരിക്കുന്ന നാവിഗേറ്ററാണ് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന കമ്പ്യൂട്ടർ, മനസാക്ഷിയാകുന്ന കമ്പ്യൂട്ടർ. ഈ മനസാക്ഷി പ്രവർത്തിക്കാൻ സാധിക്കണം. പ്രവർത്തന നിരതമാണോ എന്ന് ഉറപ്പുവരുത്തണം. ഈ മനസാക്ഷിയാകുന്ന നാവിഗേറ്റർ സാറ്റലൈറ്റ് ആകുന്ന ആ ബഹിരാകാശ പേടകമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഈ ഉറപ്പുവരുത്തിയ സാറ്റലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാവിഗേറ്ററായിട്ടുള്ള മനസാക്ഷി പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര വളരെ എളുപ്പമായി. നാം എന്തു ചെയ്യണം, എന്തു ചെയ്യരുത്, എങ്ങനെ നീങ്ങണം
എങ്ങനെ നീങ്ങരുത് എന്ന് ഓരോ സമയവും നമ്മോട് ഇന്നത്തെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഇറങ്ങുന്ന പുതിയ കാറിലുള്ള നാവിഗേറ്ററിനെ വെല്ലുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള നാവിഗേറ്റർ സ്ഥാനത്ത് നിൽക്കുന്ന മനസാക്ഷി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരു വ്യവസ്ഥ, ഈ മനസാക്ഷി നിർമ്മലമായിട്ട് നമുക്ക് കാത്തുസൂക്ഷിക്കണം. ഈ മനസാക്ഷി പ്രവർത്തനക്ഷമമാണോ എന്ന് നാം നോക്കണം. ഈ മനസാക്ഷി സാറ്റലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം, ഉറപ്പുവരുത്തണം. ഈ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിർമ്മലമായിട്ടുള്ളൊരു മനസാക്ഷിയാണ് നമുക്ക് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ 100% ഉറപ്പ് നമ്മുടെ യാത്ര സുഗമമാകും, അനായാസമാകും. അത് എളുപ്പം തന്നെയല്ല, മഹത്വപൂർണമായി തീരും. ജീവിച്ചങ്ങനെ പോകുമ്പോ ചിലപ്പോ നമ്മുടെ മനസാക്ഷിയിൽ ക്ലായ്വ് പറ്റും. ജീവിച്ചങ്ങനെ പോകുമ്പോ ചിലപ്പോ ചില കണക്ഷൻസിനൊക്കെ വ്യത്യാസം വരും. ചിലപ്പോ ചില ഷോർട്ട് സർക്യൂട്ട് വരും. മനസാക്ഷി വേണ്ട വിധത്തിൽ പ്രവർത്തന നിരതമല്ലാതെയും വരും. അതിന് സസൂക്ഷ്മം ശ്രദ്ധിച്ച് നമ്മുടെ മനസാക്ഷി പ്രവർത്തനക്ഷമതമാക്കാൻ ഉള്ള ഒരു ഏർപ്പാട് നമുക്കുണ്ടാകണം. അതിന് എന്തായി ഏർപ്പാട്? നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ കമ്പ്യൂട്ടറിന്റെ സ്ഥാനത്തുള്ള ഈ മനസാക്ഷി പ്രവർത്തന നിരതമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഏർപ്പാട് എന്താ? മനസാക്ഷി ശരിയാണോ, ശരിയായിട്ടുള്ള രീതിയിലാണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്കൊന്ന് മനനം ചെയ്യണം, ഒന്ന് ചിന്തിക്കണം, ധ്യാനിക്കണം. വളരെ അവധാനതയോടുകൂടെ ഉറപ്പുവരുത്തണം, ഞാൻ പോകുന്ന പോക്ക് ശരിയാണോ ഇല്ലയോ എന്ന്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ അതിലുണ്ടെങ്കിൽ, പൊടിപടലങ്ങൾ അതിലുണ്ടെങ്കിൽ, ആ പൊടിപടലങ്ങൾ മാറ്റാനുള്ള വഴികൾ നമ്മൾ നോക്കണം. നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഉള്ള ഒരു ആവേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നല്ല കാര്യങ്ങൾ കേൾക്കാൻ, ധ്യാനം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. ദേവാലയത്തിൽ പറയപ്പെടുന്ന പ്രസംഗങ്ങള് മനസ്സിലാക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടാകണം. ഇങ്ങനെ ഈ ത്വര നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു എന്ന് വരികിൽ ഉറപ്പാണ് നമ്മുടെ മനസാക്ഷി പ്രവർത്തനക്ഷമതമാകും. നമ്മുടെ മനസാക്ഷിക്ക് ഭാരം വരുത്തുന്ന എന്തെങ്കിലും തെറ്റുകൾ നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പാപസങ്കീർത്തനം വഴി മോചനം ലഭിക്കണം. എങ്കിൽ നമ്മുടെ മനസാക്ഷി ഈ കമ്പ്യൂട്ടറിനെ വെല്ലുന്ന, ഈ നാവിഗേറ്ററിനെ വെല്ലുന്ന പ്രവർത്തനക്ഷമതയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകും. അതോരോ സമയം നിമിഷം പ്രതി അരോചകത്വം തോന്നാത്ത രീതിയിൽ മണിമുഴക്കിക്കൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഇതാണ് സത്യം. ഇതാണ് മനസാക്ഷിയുള്ള മനുഷ്യനെ ഇന്ന് ജീവിക്കാൻ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതം എളുപ്പം ആകുക എന്ന് മാത്രമല്ല, ആ ജീവിതം മഹത്വപൂർണമാകാൻ വേണ്ടിയുള്ള വഴികളും കൂടെ ദൈവത്തിന്റെ അനന്തമായിട്ടുള്ള പദ്ധതി അനുസരിച്ച് സജ്ജമാക്കിയിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ പദ്ധതി വിസ്മയമായിട്ട് തോന്നുന്നു. ഈ പദ്ധതിയാണ് യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. ഫിലിപ്പോസേ, ഞാനാണ് പിതാവിലേക്കുള്ള വഴി. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ എനിക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ത്? എന്നെ കാണുക എന്ന് പറഞ്ഞാൽ എന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പം. ഫിലിപ്പോസേ,
അത് കാര്യം മനസ്സിലാക്കിയിട്ട് ജീവിക്കണം എന്നാണ് യേശു ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈ പാഠം നമ്മളൊന്ന് പഠിച്ചെടുക്കാൻ നമ്മൾ ഉള്ളൊന്ന് വെച്ചാൽ, മനസ്സൊന്ന് വെച്ചാൽ, നമ്മുടെ ജീവിത പ്രയാണം, ജീവിതയാത്ര എളുപ്പവും മഹത്വപൂർണമാക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഇടവരട്ടെ.